ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ LDC 2024 ഇംഗ്ലീഷിന് 10 മാർക്കുണ്ട്. ഇംഗ്ലീഷ് എന്നുള്ള ഈ 10 മാർക്കും ഉറപ്പിക്കാൻ മാത്സിനും മലയാളത്തിലും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ്, അതിൻ്റെ റൂള് അതൊക്കെ തപ്പി പിടിച്ച് കണ്ടെത്തുക, എന്നിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ച ഒരു 10-25 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴേക്കും ഇംഗ്ലീഷിൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുന്നതിനുള്ള ഒരു ബേസ് നിങ്ങൾക്ക് ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും. നന്നായി പഠിച്ചു പോകുന്നവരാണെങ്കിലും പുതിയ ആളുകളാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ്. നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ മുന്നേ നടന്നിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്കൊന്ന് തുടക്കാം. അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ്, ഇല്ലെങ്കിൽ പുതിയ ആളുകൾ അറിയുക. അപ്പോൾ നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. LDC 2024 വേണ്ടി 90 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ എക്സാമിന് മുന്നേ തീർക്കാനാണ് പരിപാടി. ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞു. അപ്പോൾ മറ്റ് ജില്ലകളിലുള്ളവർക്കും തിരുവനന്തപുരത്തെ ജില്ലകളിലുള്ളവർക്കും ഡേ 1 മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മളതിനൊരു ലിങ്ക് തരും. ആ ലിങ്കിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുക. എല്ലാ ദിവസവും പഠിക്കാനുള്ളത് തരും. ആ പഠിക്കാനുള്ള വീഡിയോ ക്ലാസ് തരും. അതിൻ്റെ PDF നോട്ട് തരും. അതിൽ നിന്ന് അന്ന് തന്നെ ഒരു എക്സാം ചെയ്യാം. 7 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ ഇതിൽ നിന്നുള്ള ഒരു റിവിഷൻ എക്സാമും ചെയ്യാം. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ ലിങ്കാണ് ഞാൻ ഈ കാണിക്കുന്നത്. ആ ലിങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡേ 1 മുതൽ കേട്ടോ, ഡേ 1 to 28 അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡേ 1 to 7, ഡേ 8 to 14, ഡേ 15 to 21. ഇപ്പോൾ ഡേ 20, ഇന്ന് ഡേ 20 ആണ്. ഡേ 20 കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇന്ന് മാത്സ് ആണ്. മാത്സ് സീരീസിൽ ഇന്ന് 2 വീഡിയോ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. 2 വീഡിയോ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ്സുകൾ കൂടാതെ അവിടെ ഒരു എക്സാം ഉണ്ട്. 70ഓളം മുൻകാല ചോദ്യങ്ങളുടെ സൊല്യൂഷൻസ് ആയിട്ടുള്ള ഒരു PDF നോട്ടും അവിടെയുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ പാർട്ട് 1 ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് പാർട്ട് 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് 1 വീഡിയോ വരും, പാർട്ട് 2 വീഡിയോ വരും. PDF നോട്ടിൽ ക്ലിക്ക് ചെയ്താൽ PDF സേവ് ചെയ്യും. ഡേ 20 എക്സാം ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എക്സാം വരും. നിങ്ങൾക്ക് പഠിച്ചതിൽ നിന്ന് തന്നെയാണ് ഈ എക്സാം. അപ്പം നാളെ റിവിഷനാണ്. ഇതുവരെയുള്ള ദിവസങ്ങളിൽ നടന്നതിൻ്റെ റിവിഷനാണ്. അപ്പം കൃത്യമായ റിവിഷൻ ഇതെല്ലാം നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏത് ദിവസത്തെ, ഇപ്പം ഇതിന് മുന്നേ ഉള്ള ദിവസത്തെ കിട്ടണമെങ്കിൽ ഇപ്പോൾ വാട്സപ്പിൽ തപ്പണ്ട. ഇപ്പോൾ ഡേ 1 മുതൽ 7 വരെ ഇവിടെ നോക്കിയാൽ കിട്ടും. ഡേ 1 കണ്ടില്ലേ, ഇത്രയും വിഷയങ്ങളാണെന്ന് പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ക്ലാസ്, അതുപോലെ തന്നെ അതിൻ്റെ എക്സാം ഒക്കെ തന്നെ ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറിച്ച കലാപം കണ്ടോ. അപ്പോൾ കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ട വീഡിയോ വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി, പ്രസ് ചെയ്താൽ മതി. ആ കുറിച്ച കലാപം എന്നുള്ളിടത്ത് പ്രസ് ചെയ്താൽ ആ കുറിച്ച കലാപത്തിൻ്റെ വീഡിയോ കിട്ടും. അതുപോലെ തന്നെ അതിന് മുൻപേ ഉള്ള ആറ്റിങ്ങൽ കലാപമോ പഴശ്ശിക്കലാപമോ അതിൻ്റെ PDF നോട്ടും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വേറെ എവിടേക്ക് പോകേണ്ട. അതിൻ്റെ PDF നോട്ട്, അതിൻ്റെ എക്സാം. ഓക്കെ. അപ്പോൾ ഇതിൽ ചേരാനുള്ള, ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പോലീസ് കോൺസ്റ്റബിൾ ആണ്. നേരത്തെ കോഴ്സ് കംപ്ലീറ്റ് ഫ്രീ ആണ്. ദ ഡാഷ് പാർട്ട് ഓഫ് ദ നോവൽസ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അവിടെ A ലേറ്റർ, C ലാറ്റൻറ്റ്, B ലേറ്റർ, D തന്നിട്ടില്ല അല്ലേ? ഓക്കെ. B ഫോർമറാണ്. B എന്ന് പറയുന്നത്, അവിടെ D എന്ന് പറയുന്നത് ഫോർമറാണ്. ആ ഫോർമറും കൂടി ഉൾപ്പെടുത്തുക. D ഫോർമറാണ്. ആ ഫോർമറും കൂടി അവിടെ വന്നാൽ എന്തായിരിക്കും? ഇപ്പം ലാറ്റർ പാർട്ട് എന്ന് പറയുന്നത് 2ാം ഭാഗമാണ്, അല്ലെങ്കിൽ പിന്നീടുള്ള ഭാഗം. അതായത് ഇപ്പോൾ ഒരു പുസ്തകം ഫോർമർ പാർട്ട് ആദ്യ ഭാഗവും ലാറ്റർ പാർട്ട് 2ാം ഭാഗവുമാണ്. ഇപ്പോൾ ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യ ഭാഗമാണ്. ഫോർമർ എന്ന് പറയുന്നത് ആദ്യ ഭാഗമാണ്. ലാറ്റർ എന്ന് പറയുന്നത് 2ാം ഭാഗമാണ്. ലാറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2ാം ഭാഗമാണ്. ദ ഡാഷ് പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇവിടെ ഫോർമറാണോ ഏതാണോ, ഞാൻ ആ D ഓപ്ഷൻ വിട്ടുപോയിരിക്കുന്നു. ഫോർമറും ലാറ്ററും കൂടി വരില്ല. എന്തായാലും ഇവിടെ ദ ലാറ്റർ പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് എന്നാണ്. അങ്ങനെ D ഫോർമർ വന്നിട്ടുണ്ടാവില്ല. രണ്ടും പറയാം. ആദ്യ ഭാഗം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, 2ാം ഭാഗം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. അവിടെ ലാറ്റൻറ്റോ ലേറ്ററോ വരില്ല. അപ്പോൾ ലാറ്റർ എന്ന് പറഞ്ഞാൽ 2 തന്നാൽ അതിൽ ആദ്യ ഭാഗമാണ് ലാറ്റർ. ഫോർമർ എന്ന് പറഞ്ഞാൽ ലാറ്റർ എന്ന് പറഞ്ഞാൽ 2ാം ഭാഗം അഥവാ അവസാന ഭാഗമാണ്.
ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യ ഭാഗമാണ്. വളരെ ഈസിയാണ്. അപ്പോൾ എന്താണ് ലേറ്റസ്റ്റ് എന്ന് വന്നാൽ അവിടെ വന്നിട്ടുണ്ടാവുക ലേറ്റസ്റ്റ് എന്നാവും. എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ലേറ്റസ്റ്റ് എന്നായിരിക്കും. എന്താണ് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ? ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ലേറ്റസ്റ്റ് എന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് എന്നായിരിക്കും നല്ലത്. കാരണം ദ വന്നതുകൊണ്ട് ദ ലേറ്റസ്റ്റ് പാർട്ട്. കാരണം ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമറും ലാറ്ററിനെക്കാട്ടിലും അവിടെ യോജിക്കുക ലേറ്റസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയണത് അവിടെ ലേറ്റസ്റ്റ് വരികയായിരിക്കും നല്ലത്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയതാണ്. ഏറ്റവും പുതിയത്, അതിനെയാണ് നമ്മൾ ലേറ്റസ്റ്റ് എന്ന് വിളിക്കുക. ഏറ്റവും പുതിയത് അല്ലെങ്കിൽ ഒടുവിലത്തേത് എന്നൊക്കെ ലേറ്റസ്റ്റിനെ വിളിക്കാം. മറ്റത് ഫോർമറും അതുപോലെ തന്നെ ലാറ്ററും പറയുമ്പോൾ രണ്ട് ഭാഗങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നേരത്തെ എന്തുകൊണ്ട് ഫോർമർ പറഞ്ഞു? ഇതൊന്നുമില്ലെങ്കിൽ ഫോർമറോ ലാറ്ററോ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർലാറ്റീവ് ഡിഗ്രി കൂടിയാണ്. സൂപ്പർലാറ്റീവ് ഡിഗ്രിയുടെ ഒപ്പം നമ്മൾ സാധാരണയായിട്ട് ദ ചേർക്കാറുണ്ട്. ഇനി ലാറ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന എന്നാണ് അർത്ഥം. ലാറ്റൻ്റ് എന്ന് പറയുന്ന വാക്കിനർത്ഥം ഒളിഞ്ഞിരിക്കുന്ന എന്നുള്ളതാണ്. ഓക്കെ. ഫോർമർ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിൽ ആദ്യത്തേത്. ഇപ്പോൾ ഷേക്സ്പിയർ ആൻഡ് മാർലോ വേർ ബോത്ത് ഗ്രേറ്റ് പ്ലേ റൈറ്റ്സ്. രണ്ട് നോവലിസ്റ്റുകളായിരുന്നു, നാടകം എഴുതുന്ന ആളുകളായിരുന്നു ഷേക്സ്പിയറും മോർലെയും. ബട്ട് ദ ഫോർമർ ഈസ് മോർ വൈഡ്ലി സെലിബ്രേറ്റഡ്. പക്ഷേ ഫോർമർ ആദ്യത്തെ ആളാണ്. രണ്ടാൾ പറയുമ്പോൾ അതിൽ ആദ്യത്തെ ആളെയാണ് ഫോർമർ എന്ന് പറയുക. അങ്ങനെ രണ്ടെണ്ണം തന്നാൽ അതിൽ ആദ്യത്തേത് ഫോർമറും രണ്ടാമത്തേത് ലാറ്ററുമാണ്. ലാറ്റർ ആണ്, ലേറ്റർ അല്ല. ആ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ലാറ്റർ ആണ്, എന്തല്ല, ലേറ്റർ അല്ല. ഇപ്പം നോക്കൂ, ദ റെസ്റ്റോറൻറ്റ് ഓഫേർഡ് 2 സ്പെഷ്യൽസ്, ലോബ്സ്റ്റേഴ്സ് ആൻഡ് സ്റ്റീക്ക്. I choose the dish as I am not a fan of seafood. ഞാൻ ഏതാണ് തിരഞ്ഞെടുത്തത്? ലാറ്റർ. ഇവിടെ ഐ ആം നോട്ട് എ ഫാൻ ഓഫ് സീ ഫുഡ്. അപ്പോൾ ലോബ്സ്റ്ററും സ്റ്റീക്കുമുണ്ട്. ഞാൻ തിരഞ്ഞെടുത്തത് ഫോർമറാണ്, ലോബ്സ്റ്ററാണ്. കാരണം സ്റ്റീക്ക് ഒരു സീ ഫുഡാണ്, അതെനിക്ക് ഇഷ്ടമല്ല. സോ അവിടെ വരിക ഫോർമറാണ്, ആദ്യത്തേത്. രണ്ടെണ്ണം തന്നു, അതേതൊക്കെയാണ്? ഇവിടെ രണ്ടെണ്ണം തന്നു, അതിൽ ആദ്യത്തേത് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ വരും. The company released 2 new products, a smartphone and tablet. The dish quickly became the best seller. കമ്പനി രണ്ടെണ്ണം ഇറക്കി. ഒരു സ്മാർട്ട് ഫോണും ഇറക്കി, ഒരു ടാബ്ലറ്റും ഇറക്കി. അതിലേതോ ഒന്ന് അടിപൊളിയായി വിറ്റുപോയി, ബെസ്റ്റ് സെല്ലറായി മാറി. അപ്പോൾ അവിടെ രണ്ടെണ്ണം തന്നുകൊണ്ട് ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്കറിയാത്തതുകൊണ്ട് അവിടെ ഫോർമറും കൊടുക്കാം, അതുപോലെ തന്നെ ലാറ്ററും കൊടുക്കാം. ഒരു കുഴപ്പമില്ല. ദ ലേറ്റസ്റ്റ് ക്വിക്കലി ബിക്കെയിം ദ ബെസ്റ്റ് സെല്ലർ എന്ന് ഇവിടെ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ? അവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അതിലേതാണ് എന്ന് പറയണം. അപ്പം രണ്ടെണ്ണം തരുമ്പോൾ അതിൽ ആദ്യത്തേതിനെയും രണ്ടാമത്തേതിനെയും പറയുന്നതിനാണ് ഫോർമറും ലാറ്ററും ഉപയോഗിക്കുന്നത്. ഒരു ടീയുടെ വ്യത്യാസമേ ഉള്ളൂ ലേറ്ററുമായി. ലേറ്റർ വേറെ, ലാറ്റർ വേറെ. അതുകൊണ്ട് ഇവിടെ 1 or 3 ഉപയോഗിക്കാം. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ്. ഫോർമർ വേണമെങ്കിലും ഉപയോഗിക്കാം, ലാറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഏതാണ് അടിപൊളിയായി വിറ്റുപോയത് നമുക്കറിയില്ലല്ലോ. ഇനി ലാറ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിഡൻ ഓർ കൺസീൽഡ് എന്നാണ് അർത്ഥം. ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ് ലാറ്റൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ലാറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ഓർ കൺസീൽഡ് എന്നാണ് അർത്ഥം. അപ്പം ഡിറ്റക്റ്റീവ് എന്തേ സസ്പെക്റ്റ് ചെയ്തത്? ഡിറ്റക്റ്റീവ് ഒന്ന് സസ്പെക്റ്റ് ചെയ്തു. എന്താണ് ഡിറ്റക്റ്റീവ് സസ്പെക്റ്റ് ചെയ്തത് നമുക്ക് നോക്കാം. The detective suspected a latent motive, hidden അല്ലെങ്കിൽ കൺസീൽഡ് മോട്ടീവ്. ഒളിഞ്ഞിരിക്കുന്ന ഒരു മോട്ടീവ് ഉണ്ട്. ലാറ്റൻ്റ് മോട്ടീവ്, ഒരു ഒളിഞ്ഞിരിക്കുന്ന എന്തോ ഒരു പ്രേരണയുണ്ട്. ബിഹൈൻഡ് ദ സീമിംഗ്ലി റാൻഡം ആക്ട് ഓഫ് വാൻഡലിസം. ഈ തെമ്മാടിത്തത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തോ ഒന്ന് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. ലാറ്റൻ്റ് മോട്ടീവ്. ലാറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ അല്ലെങ്കിൽ കൺസീൽഡ് എന്നാണ് അർത്ഥം. The old house had a dash charm that was revealed only after the extensive renovations. അവിടെ നല്ല റിനോവേഷൻസ് നടത്തിയ ആ ഓൾഡ് ഹോമിന്, ആ പഴയ വീടിന്. അപ്പം അതിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ഭംഗി പുറത്തു വന്നു. ഒളിഞ്ഞിരിക്കുന്ന, അപ്പം എന്താണ് ഇവിടെ? ലാറ്റൻ്റ് ചാം. ആ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭംഗി ഉണ്ടായിരുന്നു അതിന്.
ആ പഴയ വീടിൻ്റെ ആ ഒളിഞ്ഞിരിക്കുന്ന ഭംഗി അവിടെ ലാറ്റൻ്റ് എന്നാണ് വരിക. ഫോർമറും ലാറ്ററും പറയാൻ അവിടെ എന്തില്ല, രണ്ടെണ്ണം പറഞ്ഞിട്ടില്ല. ലേറ്റസ്റ്റ് പറയാൻ ലേറ്റസ്റ്റ് ചാം എന്ന് പറയുമ്പോൾ അവിടെ യോജിക്കുന്നില്ല. അപ്പോൾ ലാറ്റൻ്റ് ഒളിഞ്ഞിരിക്കുന്ന ചാം ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പുതിയ എന്നാണ്. റെഫേഴ്സ് ടു ദ മോസ്റ്റ് റീസെൻറ്റ് ഓർ ന്യൂവസ്റ്റ് ഓഫ് സംതിങ്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂവസ്റ്റ് എന്ന് തന്നെയാണ്. ദ സയൻറ്റിസ്റ്റ് പ്രസൻറ്റഡ് ദ ലേറ്റസ്റ്റ് ഫൈൻഡിങ്. ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ. ലേറ്റസ്റ്റ് ഫൈൻഡിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ. ദ ഫാഷൻ ഡിസൈനേഴ്സ് ഡാഷ് കളക്ഷൻ വാസ് മെറ്റ് വിത്ത് റേവ് റിവ്യൂ ഫ്രം ക്രിറ്റിക്സ്. നിരൂപകർ നന്നായിട്ട് അതിനെ വിലയിരുത്തി. ആരുടെ? ഫാഷൻ ഡിസൈനറുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ്, ഏറ്റവും പുതിയ കളക്ഷൻ, ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ കളക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊന്ന് അയാൾ ഫാഷൻ ഡിസൈൻ ആയിരിക്കാം. അപ്പോൾ അവിടെ ലേറ്റസ്റ്റ് ആണ് വരിക. അവിടെ വരുന്നത് എന്താണ്? ലേറ്റസ്റ്റ്. ഇങ്ങനെ നിങ്ങൾ ആ ചോദ്യത്തിലെ ഓപ്ഷൻ സെറ്റിനെ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ധാരാളം ചെയ്ത് പരിശീലിക്കുക. ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് CEO ഈസ്. CEOയുടെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? ഇവിടെ നമുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് CEO. കമ്പനികളുടെയൊക്കെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. CEOക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നും പറയൂട്ടോ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അങ്ങനെയും പറയും. ചീഫ് ഇലക്ട്രൽ ഓഫീസറും ചീഫ് ഇലക്ട്രൽ ഓഫീസറും CEO ആണ്. വേണമെങ്കിൽ നമുക്കറിയാം ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ ഉണ്ട്, അതും അങ്ങനെയും ചിലയിടത്ത് CEO എന്ന് പറയും. നോബഡി എൻജോയ്ഡ് ദ മൂവി. ഇതിനെ ക്വസ്റ്റ്യൻ ടാഗ് ആക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ടാഗ് ആക്കുമ്പോഴുള്ള റൂൾ എന്താ? സിമ്പിൾ ആണല്ലേ. എന്താണ് റൂള്? ഒരു ഹെൽപ്പിംഗ് വെർബ് വേണം. ആ ഹെൽപ്പിംഗ് വെർബ് സെൻറ്റൻസിലുണ്ടെങ്കിൽ നമ്മൾ ആ ഹെൽപ്പിംഗ് വെർബ് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഹീ ഈസ് രാമ, ഹീ ഈസ് എ ബോയ്. അപ്പോൾ ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, ഇവിടെ മെയിൻ വെർബ് തന്നെയാണ്, ഈസ് ഉണ്ട്. അപ്പോൾ ഈസ് വെച്ച് ഉപയോഗിക്കാം. ഈസിൻഡ് ഹീ. അപ്പോൾ ഇവിടെ ഈസാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു മെയിൻ വെർബായിട്ട് ഈസ് ഉണ്ട്. ആ ഈസിന് ഇവിടെ ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിച്ചു. പക്ഷേ ഈ സെൻറ്റൻസിൽ നമ്മളങ്ങനെ ഈസ്, വാസ്, ആമ്, ആറ്, വാസ്, വേറ്, വില്ല്, ഷാള്, മോഡൽ ഓക്സിലറീസ്, അതുപോലെ തന്നെ ഹാസ്, ഹാവ്, ഹാഡ് ഇതൊന്നും വന്നിട്ടില്ല. അങ്ങനത്തെ ഒരാളിനെ കാണുന്നില്ല. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ മെയിൻ വെർബ് നോക്കുക. ആ മെയിൻ വെർബ് V1 ഫോം ആണെങ്കിൽ നിങ്ങൾ ഡു ഉപയോഗിക്കുക. അത് എസ് ഫോം ആണെങ്കിൽ ഡസ് ഉപയോഗിക്കുക. V1 ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻജോയ്ഡ് എന്നുള്ളതിൻ്റെ V1 ഫോം എൻജോയ് എന്നാണ്. അപ്പം നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ ഡു ഉപയോഗിച്ചാൽ മതി. എൻജോയ്സ് എന്നാണെങ്കിൽ ഡസ് ഉപയോഗിച്ചാൽ മതി, എസ് ഫോമാണ്. ING ഫോം വരില്ല, കാരണം അത് ഈസും ആമും ആറും വാസും വേറിൻ്റെ ഒപ്പേ വരുള്ളൂ. അപ്പോൾ അവിടെ ഈസ് തന്നെ എടുത്താൽ മതി. ഇനി അവിടെ V2 ഫോം ആണെങ്കിൽ ഇവിടെ എൻജോയ്ഡ് V2 ഫോം ആണ്, അപ്പോൾ ഡിഡ് എടുക്കുക. അപ്പോൾ ഇവിടെ ഡിഡ് ആണ്. ഇനി നോബഡി നെഗറ്റീവ് വേർഡാണ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയാൽ മതി. അപ്പോൾ അവിടെ നെഗറ്റീവ് ടാഗ് വേണ്ട, അതുകൊണ്ട് ഡിഡ്. ഇനി നോബഡി വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ശ്രദ്ധിക്കുമ്പോൾ നോബഡി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ദേ ആണ് പ്രൊവർബായിട്ട് ഉപയോഗിക്കേണ്ടത്, ഡിഡ് ദേ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ ആ ഹെൽപ്പിംഗ് വെർബ്, അതിൻ്റെ ഒപ്പം സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നോട്ട്, സെൻറ്റൻസ് പോസിറ്റീവ് അല്ലെങ്കിൽ നോട്ട് വേണ്ട, പ്ലസ് പ്രനൗൺ. ഇപ്പം ഇവിടെയാണെങ്കിൽ ഇവിടെ എന്തോ ചോദിച്ചാൽ ഹീസ് എ ബോയ് എന്നുള്ളതിൽ ഈസിൻ്റെ ഹീ എന്ന് ഉപയോഗിച്ചാൽ മതി. എന്തുകൊണ്ട് ഇവിടെ നോട്ട് വന്നു? സെൻറ്റൻസ് പോസിറ്റീവാണ്. പിന്നെ ഇവിടുത്തെ ഹീ എടുത്തിട്ട് ആ ഹീ ആണ് അവിടുത്തെ എന്തെന്ന് വരുന്നത്? നൗണായിട്ട് അവിടെ നിൽക്കേണ്ടത്, പ്രൊനൗണായിട്ട് നിൽക്കേണ്ടത്. ഒരു നൗണിന് പകരം നിൽക്കുന്നതാണ് പ്രൊനൗൺ. അപ്പോൾ ഇവിടെ നോബഡിക്ക് പകരം നിൽക്കുക എന്താണ്? ദേ ആണ്. നണ്ണിന് പകരം നിൽക്കുക ദേ ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ എന്താണ്? എൻജോയ്ഡ് ആകുമ്പോൾ ഡിഡ് ആണ്. അപ്പോൾ ഡിഡ് ദേ എന്നാണ് വരിക. നോബഡി വന്നുകൊണ്ട് അവിടെ നോട്ട് വേണ്ട. അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫൻസ്. സൈക്കോഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക? നമ്മളെ ഈ
പാദസേവകരാണ്. സൈക്കോഫൻ്റ് എന്ന് പറയുന്നത് പാദസേവകനെയാണ് സൈക്കോഫൻ്റ് എന്ന് പറയുന്നത്. മുഖസ്തുതി പറയുന്നവരെ, അവരെ അകറ്റി നിർത്തുകയാണ് നല്ലത്. അപ്പം അകറ്റി നിർത്തുക എന്നുള്ള വാക്ക് എവിടെയാണ്? അറ്റ് എൻ ആംസ് ലെങ്ത്, ഒരു കൈ അകലത്തിൽ നിർത്താൻ. അകറ്റി നിർത്തുക എന്നുള്ളതാണ് അറ്റ് എൻ ആംസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം. എബവ് ആൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സർവോപരി എന്നാണ് എബവ് ആൾ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ, സംഗ്രഹം എന്ന് പറയും. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കരാറാണ്, ഔദ്യോഗികമായി ഉണ്ടാക്കുന്ന രേഖാമൂലം എന്നുള്ളതാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. രേഖാമൂലം എഴുതണം കേട്ടോ, കരാറ് അങ്ങനെ പറയാറില്ലേ, വെറും വായോട് പറഞ്ഞാൽ പോരാ. രേഖാമൂലം അത് ഔദ്യോഗികമായ ഒന്നാണ്. ദ കമ്പനി, നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ദ കമ്പനി വാല്യൂസ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ബട്ട് ഡാഷ് ദേ പ്രയോറിറ്റൈസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കമ്പനി ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിക്കുമൊക്കെ തന്നെ വലിയ വില കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ മുൻഗണന, പ്രയോറിറ്റി എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇവിടെ ഏതാ വരിക? എബവ് ആൾ, എല്ലാറ്റിലും ഉപരി. കാരണം ഇന്നെ നട്ട്ഷെൽ ചേർക്കില്ല, സംഗ്രഹം എന്നുള്ള രീതിയിൽ ചേർക്കില്ല. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, രേഖാമൂലം ശരിയല്ല. ഇൻ ദ ലോങ് റൺ, ഒരു വലിയ കാലത്തേക്ക് നോക്കുമ്പോൾ അതിലൊക്കെ നല്ലത് എബവ് ആളാണ്. സർവോപരി അവർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് നോക്കുന്നത്. ഡാഷ് ദ ന്യൂ പോളിസി സ്റ്റേറ്റ്സ് ദാറ്റ് ആൾ എംപ്ലോയീസ് മസ്റ്റ് അണ്ടർഗോ ആനുവൽ പെർഫോമൻസ് റിവ്യൂസ്. ഡാഷ് ദ ന്യൂ പോളിസി, പുതിയ പോളിസി എന്താണ് പ്രസ്താവിക്കുന്നത്? എല്ലാ എംപ്ലോയീസും ആനുവൽ പെർഫോമൻസ് റിവ്യൂയിലൂടെ കടന്നു പോകണം. അപ്പോൾ അവിടെ എന്താണ് വരിക? അവിടെ ഡാഷ് ദ ന്യൂ പോളിസി സ്റ്റേറ്റ് ദാറ്റ് ആൾ എംപ്ലോയീസ് മസ്റ്റ് അണ്ടർഗോ ആനുവൽ പെർഫോമൻസ് റിവ്യൂസ്. അവിടെ ഇൻ റൈറ്റിംഗ്, അതായത് പ്രസ്താവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒഫീഷ്യലി ഡോക്യുമെൻറ്റഡ് എന്നുള്ളതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ലേ? അവിടെ ഒഫീഷ്യലി ഡോക്യുമെൻറ്റഡ് അല്ലേ? കാരണം ന്യൂ പോളിസി സ്റ്റേറ്റ്സ്, ന്യൂ പോളിസി പ്രസ്താവിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഒഫീഷ്യൽ സ്വഭാവം വരികയാണ്. അപ്പോൾ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, രേഖാമൂലം തന്നെ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാ എംപ്ലോയീസും ആനുവൽ പെർഫോമൻസ് റിവ്യൂസിലൂടെ കടന്നു പോകണമെന്ന്. അവിടെ ആ കമ്പനി വന്നതുകൊണ്ടും പോളിസി സ്റ്റേറ്റ്സ് വന്നതുകൊണ്ടുമാണ് നമ്മൾ അതിനെ തിരഞ്ഞെടുത്തത്. ദ പ്രൊഫസർ ലെക്ചർ വാസ് കോംപ്ലക്സ്. പ്രൊഫസറുടെ പ്രസംഗം ഭയങ്കര സങ്കീർണമായിരുന്നു. ഈ മാഷ് വളരെ കാര്യങ്ങളെ സങ്കീർണമാക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. അതല്ല നിങ്ങൾക്ക് ലളിതമായിട്ടാണ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എങ്കിലും പറയണം. ബട്ട് ഡാഷ് ഷീ എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നിലനിൽക്കുന്ന വികസനത്തെ ആണ് അവൾ ഊന്നിയത്. അപ്പോൾ അവിടെ പറയേണ്ട പ്രസംഗമൊക്കെ വളരെ വലുതായിരുന്നു, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ ചുരുക്കം പറഞ്ഞാൽ എന്താ പറഞ്ഞത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വരിക ഇൻ എ നട്ട്ഷെൽ എന്നാണ്. ദ കോൺട്രാക്ട് ക്ലിയർലി സ്റ്റേറ്റഡ്, നോക്കൂ ഇവിടെ പറയും, നോക്കൂ. ദ കോൺട്രാക്ട് ക്ലിയർലി സ്റ്റേറ്റഡ് ഡാഷ് ദ ടെനന്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ ആൾ റിപ്പയേഴ്സ്. ആ കരാറ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ എന്താ എഴുതേണ്ടതെന്ന്? ഒഫീഷ്യൽ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്, രേഖാമൂലമാണ്. കോൺട്രാക്റ്റ് ക്ലിയർ ആയിട്ട് രേഖാമൂലം പറയുന്നുണ്ട്. ടെനൻ്റ് ആണ് എല്ലാ റിപ്പയറും നടത്തേണ്ടത് ഇൻ എ നട്ട്ഷെൽ. ഇനി ഇവിടെ എബവ് ആൾ എന്ന് കൊടുത്താലും ശരിയാവുമെന്ന് ചിലവർക്കുണ്ടാവും, പറ്റില്ല. ഇതിനൊക്കെ പുറമേ എന്നില്ല. ഇവിടുത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതാണ് അതിൻ്റെ സംഗ്രഹം അല്ലേ? അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ദ വീക്ക് ക്രപ്റ്റ് അലോങ് ഡാഷ് സ്ലോലി ഡാഷ് എ സ്നെയിൽ. സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ച്. ഇതിൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കൂ. ആ ആഴ്ച കടന്നു പോയത് ഒരു ഒച്ചിനെ പോലെയാണ്. സിമിലറായ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആസ് ആണ് ഉപയോഗിക്കുക. സിമിലറായ കാര്യങ്ങൾ ഉപയോഗിക്കാൻ ആസ് സ്ലോലി ആസ് എ സ്നെയിൽ. ഈ ആഴ്ച കടന്നു പോയത് എങ്ങനെയാണ്? ഒരു ഒച്ചിനെ പോലെയാണ്. സിമിലറായ കാര്യങ്ങൾക്ക് ശേഷമാണ് പോലെ പറയുന്നതിനാണ് നമ്മൾ ആസ് എന്ന് പറയുന്നത്. ഈക്വലായ സിമിലറായ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്. അവിടെ ടു തന്നിട്ടുണ്ട്. ആ ടു ഒരു പ്രയോഗമാണ്. അതിൽ ടു എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അത് കൂടാതെ എന്നാണ് അർത്ഥം.
ഐ വാണ്ട് ഐസ്ക്രീം ടു, എനിക്കൊരു ഐസ്ക്രീം കൂടി വേണം. ഇത് കൂടാതെ, ടു എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു ദാറ്റ്, എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട്, ഇത് കൂടാതൊക്കെ ഐസ്ക്രീമും കൂടി വേണമെന്ന് പറയാം. എക്സസീവ്ലി, മോർ ദാൻ ഇനഫ്, ഉള്ളതിനേക്കാൾ കൂടുതൽ. ദിസ് സൂപ്പ് ഈസ് ടു സോൾട്ടി, എന്തൊരു ഉപ്പ് അതിൽ, എക്സസീവായിട്ട്. ഓക്കെ, ആവശ്യത്തേക്കാൾ കൂടുതൽ എന്നുള്ള അർത്ഥത്തിൽ ടു ഉപയോഗിക്കും. വെരി എന്ന് അർത്ഥത്തിൽ ഉപയോഗിക്കും. ഐ ആം ടു ടയേർഡ്, ഞാൻ നല്ലോണം ക്ഷീണിച്ചു. ടു ഗോ ഔട്ട്, പുറത്തു പോകാൻ പറ്റാത്ത വിധത്തിൽ. അവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ടു ഗോ ഔട്ടിന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥമല്ല, ടൂൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ. എനിക്ക് പുറത്തു പോകാൻ പറ്റാത്ത വിധത്തിൽ, ടു ടയേർഡ്, ഞാൻ ക്ഷീണിച്ചു. ഇനി ടുവോ, അത് മൂവ്മെൻറ്റോ ഡയറക്ഷനോ കാണിക്കുന്നതാണ്. വാക്ക്ഡ് ടു ദ സ്റ്റോർ, ഡയറക്ഷൻ കാണിക്കുന്നു. ഐ ലൈക്ക്ഡ് ടു റീഡ്, അവിടെ എന്താണ്, ഇൻഫിനിറ്റീവ് ഉണ്ടാക്കാനാണ്. ഒരു വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വയ്ക്കും, ടു റീഡ് എന്ന് പറയും. അല്ലെങ്കിൽ പർപ്പസ് അല്ലെങ്കിൽ റിസൾട്ട് കാണിക്കാൻ വേണ്ടി, ഐ കെയിം ഹിയർ ടു ലേൺ, പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ടു വെച്ചിട്ട് എന്തൊക്കെ പറയും അവിടെ നോക്കൂ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ദ കൺസേർട്ട് ടിക്കറ്റ് വേർ ടു എക്സ്പെൻസീവ് ഫോർ മീ ടു അഫോർഡ്. അത് ടു എക്സ്പെൻസീവ് ആണ്, വളരെ വില കൂടിയതാണ്. ടു അഫോർഡ്, എനിക്ക് മേടിക്കാൻ പറ്റാവുന്നതിലും എനിക്ക് താങ്ങാൻ പറ്റാവുന്നതിലും കൂടുതൽ വിലയുള്ളതാണ്. അവിടെ എക്സസീവ്ലി ഹൈ എന്നാണ് ടു എന്നുകൊണ്ട് ഉപയോഗിക്കുന്നത്. അവിടെ ടു അഫോർഡ് എന്ന് പറഞ്ഞാൽ അതെന്നെ വാങ്ങുന്നതിൽ നിന്നും തടയുന്നു. ആ രണ്ടും കൂടി വരുമ്പോൾ ആ തരത്തിലുള്ള മാറ്റമാണ് വരിക. ദ സൺ വാസ് ഷൈനിങ് ഡാഷ് ബ്രൈറ്റ്ലി ഫോർ അസ് ടു എൻജോയ് അവർ പിക്നിക്. ഞാൻ അറിയാതെ പറഞ്ഞു അല്ലേ, ടു ബ്രൈറ്റ്ലി, സൂര്യൻ കത്തി ചൂടായി നിൽക്കുകയാണ്. ടു എൻജോയ് ഫോർ പിക്നിക്. ഇപ്പം അതൊക്കെ മാറിയല്ലേ, മഴയൊക്കെ പെയ്തില്ലേ നാട്ടിൽ? ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്തു, ഒന്ന് തടുത്തു. എന്തായിരുന്നു ചൂടല്ലേ. ഒരു പിക്നിക്കിന് പോകാൻ പറ്റുമായിരുന്നു. ഈ വെക്കേഷൻ കുട്ടികളെ ഒന്ന് അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞാൽ സാധിച്ചില്ല. ഇനി നമുക്ക് മൺസൂൺ ആഘോഷിക്കാം. ദ സൺ വാസ് ഷൈനിങ് ടു ബ്രൈറ്റ്ലി ഫോർ അസ് ടു എൻജോയ് അവർ പിക്നിക്. അപ്പോൾ അവിടെ ടു എൻജോയ് അവർ പിക്നിക്, ഇതവിടെ ടു ആണ് കറക്റ്റായിട്ട് വരിക. ഭയങ്കര ചൂടായിരുന്നു, ഒരു പിക്നിക് ആസ്വദിക്കാൻ പറ്റാത്തത്രയുള്ള ചൂടായിരുന്നു. ദ ഫുഡ് വാസ് ഡെലീഷ്യസ് ബട്ട് ദ പോർഷൻ വേർ ഡാഷ് ലാർജ് ഡാഷ് ഫിനിഷ്. ഭക്ഷണമൊക്കെ ഭയങ്കര സാധുള്ള ആളായിരുന്നു. നാട്ടിലൊരു ഗംഭീര കല്യാണത്തിന് പോയിട്ട് പറഞ്ഞ ഭക്ഷണമൊക്കെ അടിപൊളി, പക്ഷേ കിട്ടിയ ക്വാണ്ടിറ്റി എന്താ, ലാർജാണ്. തീർക്കാൻ പറ്റാത്തത്ര, കഴിച്ചാൽ തീരാത്തത്ര ഭക്ഷണം. അപ്പോൾ അവിടെ എന്താ വരിക, ടു ലാർജ്, എക്സസീവ്ലി ലാർജ്. ടു ഫിനിഷ്, നമുക്ക് അന്ന് കഴിച്ച് തീർക്കാൻ പറ്റാത്തടത്തോളം. ഇപ്പം റാദർ ദാൻ എപ്പോഴാണ് ഉപയോഗിക്കുക? റാദർ ദാൻ ഒരു പ്രിഫറൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ചോയ്സ് ബിറ്റ്വീൻ ടു തിങ്സ്, രണ്ടെണ്ണത്തിനിടയിലുള്ള ചോയ്സിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുക, റാദർ ദാൻ ഉപയോഗിക്കുക. രണ്ടെണ്ണത്തിനിടയിലുള്ള ചോയ്സിന് വേണ്ടിയിട്ടാണ് റാദർ ദാൻ ഉപയോഗിക്കുക. ഒരു ചോയ്സാണ്. ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഐ വുഡ് റാദർ ഗോ ഫോർ എ വാക്ക് ദാൻ വാച്ച് ടി വി. ഇപ്പം രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ. ഗോ ഫോർ എ വാക്ക്, നടക്കാൻ പോവുക. വാച്ച് ടി വി കാണാൻ പോവുക. ഇയാൾ നല്ല പ്രകൃതിയൊക്കെ ഭംഗി ആസ്വദിക്കുന്ന ആളാണ് അല്ലേ. ഞാൻ നടക്കാൻ പോവുകയാണ് ചെയ്യാറ് ടി വി കാണുന്നതിനേക്കാൾ. അവിടെ പ്രിഫർ ചെയ്യാണ്. ഇപ്പം റാദർ ദാൻ എന്ന് പറയുമ്പോൾ പ്രിഫറൻസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അത് ക്ലിയറായി മനസ്സിലാക്കുക. റാദർ ദാൻ വരുമ്പോൾ പ്രിഫറൻസ് ആണ്. രണ്ട് കാര്യത്തിലൊന്ന്. ഡാഷ് ഫോക്കസിങ് ഓൺ ദ നെഗറ്റീവ്, ട്രൈ ടു ഫൈൻഡ് എ പോസിറ്റീവ് ഇൻ എവറി സിറ്റുവേഷൻ. രണ്ട് കാര്യമുണ്ട്. നിങ്ങൾ നെഗറ്റീവിൽ ഫോക്കസ് ചെയ്യാതെ പോസിറ്റീവ് ഇൻ എവറി സിറ്റുവേഷൻ, എല്ലാ സിറ്റുവേഷനിലെയും പോസിറ്റീവ്. രണ്ട് കാര്യമുണ്ട്. അത് ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്? റാദർ ദാൻ ഫോക്കസിങ് ഓൺ ദ നെഗറ്റീവ്. ഈ സിലബസ് മുഴുവൻ പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ നെഗറ്റീവായി തിങ്ക് ചെയ്യാതെ, കൃത്യമായി ഒരു സിലബസ് തന്നിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഭാഗം പഠിക്കാം എന്നുള്ള പോസിറ്റീവിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. അപ്പോൾ ഇവിടെ അയാൾ നെഗറ്റീവിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. റാദർ ദാൻ ഫോക്കസിങ് ഓൺ ദ നെഗറ്റീവ്, നെഗറ്റീവിൽ ഫോക്കസ് ചെയ്യാതെ പോസിറ്റീവിൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ റാദർ ദാൻ എന്നാണ് അർത്ഥം.
അവ രണ്ട് പ്രിഫറൻസ് ഉണ്ട് അവിടെ. അങ്ങനെ വരുമ്പോഴാണ്. പിന്നെ ആസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് ഉപയോഗിക്കുക. ദ ന്യൂ എംപ്ലോയീസ് ഈസ് ഡാഷ് സ്കിൽഡ് ഡാഷ് ദ പ്രീവിയസ് വൺ. മുന്നുള്ള എംപ്ലോയീസിൻ്റെ അതേപോലെ സ്കിൽഡ് ഇപ്പോഴത്തെ എംപ്ലോയീസിനും. രണ്ടെണ്ണം സ്കില്ലിൻ്റെ കാര്യത്തിൽ ഈക്വലാണ്. അത് കാണിക്കുമ്പോൾ നമ്മൾ ആസ് എന്ന് ഉപയോഗിച്ചെടുത്താൽ മതി. സിമ്പിളല്ലേ അല്ലേ? നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അർത്ഥം കണ്ട് പിടിച്ചാൽ ഇംഗ്ലീഷ് സിമ്പിളായിട്ട് പോയി. പിക്ക് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. The teacher as well as the students has got into the bus. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് രണ്ട് സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്യുകയാണ്. എന്തുപയോഗിച്ച്? ആസ് വെൽ ആസ് ഉപയോഗിച്ച്. ആസ് വെൽ ആസ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ആസ് വെൽ ആസ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ വെർബ് എഗ്രി ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ്. അവിടെ ആയിരിക്കും ഇതിൽ തെറ്റ് പലപ്പോഴും വരിക. ഇവിടെ തെറ്റായ സെൻറ്റൻസ് കണ്ടെത്താനാണ് പറഞ്ഞത്. ആസ് വെൽ ആസ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ ദ സ്റ്റുഡൻസിനെയും ടീച്ചറെയും കണക്ട് ചെയ്യുമ്പോൾ വെർബ് എഗ്രി ചെയ്യേണ്ടത്, ഹാസ് ഗോട്ട് എഗ്രി ചെയ്യേണ്ടത് ആദ്യത്തെ സബ്ജക്റ്റിനോടാണ്, ടീച്ചറോടാണ്. ടീച്ചർ സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസ് കറക്റ്റാണ്. അല്ലാതെ സ്റ്റുഡൻസിനെ കണ്ടുകൊണ്ട് ഇവിടെ ഹാവ് എന്നാണ് ശരിയാവേണ്ടത് വെച്ചിട്ട് ഇത് തെറ്റാന്ന് എഴുതിയ പണി കിട്ടി. ആ പണിക്ക് വേണ്ടിയിട്ട് തന്നെ PSC ഇത് തന്നിട്ടുള്ളത്. പ്ലൻറ്റി ഓഫ് മിൽക്ക് ഈസ് അവൈലബിൾ ഹിയർ. പ്ലൻറ്റി നിന്ന് കേൾക്കുമ്പോൾ തന്നെ ധാരാളം പ്ലൂരൽ ആണെന്ന് വിചാരിക്കേണ്ട. പ്ലൻറ്റി രൂപം മാറും, അവസരവാദിയാണ്. പ്ലൂരലിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ പ്ലൻറ്റി പ്ലൂരലായിട്ട് മാറും. സിംഗുലറിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ സിംഗുലറായിട്ട് മാറും. അൺകൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം നിൽക്കുമ്പോഴും സിംഗുലറായിട്ട് മാറും. ഇപ്പം പ്ലൻറ്റി ഇവിടെ നിൽക്കുന്നത് മിൽക്കിൻ്റെ ഒപ്പം. മിൽക്ക് അൺകൗണ്ടബിൾ നൗണാണ്. അൺകൗണ്ടബിൾ നൗണിനൊപ്പം സിംഗുലറെ ഉപയോഗിക്കാൻ പാടും. വെള്ളം, പാല്, ഇതൊക്കെ എണ്ണാൻ പറ്റുമോ? പറ്റില്ല. എണ്ണണമെങ്കിൽ ഗ്ലാസ്സിലാക്കി വെക്കണം. എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്നോ. ഇപ്പം മ്യൂസിക് നമുക്ക് എണ്ണാൻ പറ്റില്ല. സംഗീതത്തെ എണ്ണണമെങ്കിൽ അതിനെ ശകലമാക്കിയാൽ മതി. എ പീസ് ഓഫ് മ്യൂസിക്. അപ്പം എണ്ണാൻ പറ്റും. അതേസമയം സോങ് എണ്ണാം. 2 songs 3 songs പറഞ്ഞോട് കുഴപ്പമില്ല. ഫർണിച്ചർ അൺകൗണ്ടബിളാ, ഉരുപ്പിടി എന്നാണ് അർത്ഥം ശരിക്കും. എ പീസ് ഓഫ് ഫർണിച്ചർ എന്ന് പറയാം. അതേസമയം ചെയർ അത് കൗണ്ടബിൾ ആണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പൊക്കെ പ്ലൻറ്റി വരുമ്പോൾ അത് സിംഗുലർ ആവും. അതുപോലെ തന്നെ സിംഗുലർ നൗണിൻ്റെ ഒപ്പം പ്ലൻറ്റി വരുമ്പോൾ അങ്ങനെ വരില്ല. സിംഗുലർ കൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം അത് പ്ലൂരലേ വരുള്ളൂ. അപ്പോൾ അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം വരുമ്പോൾ അവിടെ സിംഗുലറാണ്. പ്ലൻറ്റി ഓഫ് മിൽക്ക് ഈസ് എന്നാണ് വരിക. കാരണം പ്ലൻറ്റി കണ്ടിട്ട് ധാരാളം പ്ലൂരൽ വരണ്ടേ നോക്കണ്ട. മിൽക്ക് സിംഗുലറാണ്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. അവിടെയും വെയിറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എസ് ഫോമാണ്, സിംഗുലറാണ്. കാരണം ടൈമും ടൈഡും കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കേണ്ട. ഒരേ കൺസെപ്റ്റാണ്. ഒരേ കൺസെപ്റ്റുകളെ എൻഡ് വെച്ച് ഉപയോഗിക്കുമ്പോൾ അത് സിംഗുലറാണ്. രാമ എൻ ഗോപാൽ രണ്ടാളാണ്, അപ്പോൾ അവിടെ പ്ലൂരൽ വരും. പക്ഷെ ടൈമും ടൈഡും അതൊരേ കൺസെപ്റ്റിൽ വരികയാണ്. തിരമാലയും സമയവും ആരെയും കാത്തു നിൽക്കില്ല. സമയം ആരെയും കാത്തു നിൽക്കില്ല കേട്ടോ. പഠിച്ചോളൂ, കിട്ടിയ സമയം വെച്ച് പഠിച്ചോളൂ. ദ മാനേജർ വിത്ത് ആൾ ഹിസ് സ്റ്റാഫ്സ് ആർ അറ്റൻഡിങ് ദ ഫംഗ്ഷൻ. ഈ ആസ് വെൽ ആസ് വെച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് എലോങ് വിത്ത് എന്നൊക്കെ പറയുമ്പോൾ ദ മാനേജർ വിത്ത് എലോങ് വിത്ത് ഒക്കെ വെച്ച് പറയുമ്പോൾ അത് ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് എഗ്രി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ദ മാനേജർ വിത്ത് ആൾ ഹിസ് സ്റ്റാഫ്, ഞാൻ അവിടെ ഉത്തരം തന്നിട്ടുണ്ടല്ലേ, ശ്രദ്ധിച്ചിട്ടില്ല. ദ മാനേജർ വിത്ത് ആൾ ഹിസ് സ്റ്റാഫ് ആർ അറ്റൻഡിങ് ദ ഫംഗ്ഷൻ. വിത്ത് വെച്ച് വരുമ്പോൾ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ് എഗ്രി ചെയ്യേണ്ടത്. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, പക്ഷെ ഇവിടെ പ്ലൂരലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡി ആണ് അവിടെ തെറ്റായ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യുമ്പോൾ, രണ്ട് സബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ട് വെർബ് എഗ്രി ചെയ്യേണ്ട ആളുകളാണ് ഇവരൊക്കെ. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഒക്കെയിലും വിത്ത് ഉണ്ട്. എത്ര എളുപ്പമാണ് പഠിക്കാൻ. ആ വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത് കണ്ടാൽ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത്. പക്ഷേ എക്കമ്പനീഡ് ബൈ ആദ്യത്തോടൊപ്പല്ലേ എക്കമ്പനി ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആൾക്കാണ് പ്രാധാന്യം. എക്കമ്പനീഡ് ബൈ. ആസ് വെൽ ആസ് ആദ്യത്തേതുപോലെ തന്നെ രണ്ടാമത്തേതും എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ്. ഇൻ അഡീഷൻ ടു അത് കൂടാതെ, അത് കൂടാതെയാണ്, അവൻ വേണം, അത് കൂടാതെയാണ്.
ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ് അതുകൂടാതെ, അങ്ങനെയും പറയാം, അതിൻ്റെ അരികെ എന്നൊക്കെ പറയാം. അപ്പോഴൊക്കെ ആദ്യത്തെ സബ്ജക്റ്റാണ്. അപ്പം വിത്ത് വരുമ്പോൾ എലോങ് വിത്ത്, വിത്ത്, ടുഗദർ വിത്ത്, അക്കമ്പനീഡ് ബൈ, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ് ഇടയ്ക്കിടയ്ക്ക് PSCക്ക് വരേണ്ടതാണ്. ഇതിൻ്റെ ഒക്കെ ഒപ്പം രണ്ട് സബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത്. ദ ടീച്ചർ എലോങ് വിത്ത് ഹെർ സ്റ്റുഡൻസ് ഈസ് ഗോയിങ് ഓൺ എ ഫീൽഡ് ട്രിപ്പ്. ഇവിടെ നോക്കൂ, ടീച്ചറാണ് ഫസ്റ്റ്, എലോങ് വിത്ത് വെച്ചിട്ടാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സ്റ്റുഡൻസുമായിട്ടല്ല എഗ്രി ചെയ്യേണ്ടത്, ടീച്ചറുമായിട്ടാണ്. അതുകൊണ്ട് ഈസാണ്. മൈ സിസ്റ്റർ ആസ് വെൽ ആസ് മൈ പാരൻസ്, രണ്ട് സബ്ജക്റ്റിനെ ആസ് വെൽ ആസ് വെച്ച് കമ്പൈൻ ചെയ്തിരിക്കുന്നു. അതിൽ ആസ് വെൽ ആസ് വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത്. അതുകൊണ്ട് ആദ്യത്തെ സബ്ജക്റ്റ് മൈ സിസ്റ്റർ സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസേ വരാൻ പറ്റുള്ളൂ. ദ പ്രസിഡന്റ് അക്കമ്പനീഡ് ബൈ ഹിസ് അഡ്വൈസേഴ്സ്, അഡ്വൈസേഴ്സ് പ്ലൂറലാ, പക്ഷെ അക്കമ്പനീഡ് വെച്ചിട്ടാണ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ അഡ്വൈസേഴ്സിനെയും കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യണം. അതുകൊണ്ട് ഈസാണ് വരിക, ആറ് വരില്ല. ദ ബുക്ക് ഇൻ അഡീഷൻ ടു, ദ ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾസ് പ്ലൂറലാണ്. അതുകൊണ്ട് ഇവിടെ പ്രൊവൈഡ്സ് എസ് ഫോം ഉപയോഗിക്കാൻ പാടില്ല, പ്രൊവൈഡേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിക്കേണ്ട. കാരണം ഇൻ അഡീഷൻ ടു വെച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ദ ബുക്ക് മായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രൊവൈഡ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വെർബുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റാവുന്ന കീ വേർഡ്സ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഒക്കെ വിത്ത് ഉണ്ട്. പിന്നെ അക്കമ്പനീഡ് ബൈ മറ്റാളുടെ ഒപ്പല്ലേ, അതുകൊണ്ട് ആദ്യത്തെ ആൾക്ക് പ്രാധാന്യം. ആസ് വെൽ ആസ് ആദ്യത്തേതുപോലെ തന്നെ രണ്ടാമത്തതും ആദ്യത്തെ ആൾക്ക് പ്രാധാന്യം. ഇൻ അഡീഷൻ ടു ആദ്യത്തേത് കൂടാതെ, ബിസൈഡ്സ് ആദ്യത്തേതിന് അപ്പുറത്തായിട്ട് അല്ലെങ്കിൽ അരികിലായിട്ട് ഒക്കെ അർത്ഥം. അത് കൂടാതെ എന്ന് തന്നെ അർത്ഥം ബിസൈഡ്സ്. ഇതൊക്കെ വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് എഗ്രി ചെയ്യുക. സിമ്പിളല്ലേ? ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് വരും. ഇനിയുള്ള പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് ഇയാളെ കണ്ടെത്താം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ചോദ്യങ്ങളുടെ പ്രത്യേകത ബൗൺസിങ് ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ച് തറവാക്കിക്കും, മാർക്ക് ഇങ്ങോട്ട് പോരും നമ്മുടെ വഴിക്ക്. എന്നാൽ രണ്ടാമത്തെ സബ്ജക്റ്റുമായി എഗ്രി ചെയ്യുന്ന രണ്ട് സബ്ജക്റ്റുകളെ ഓറ് വെച്ചിട്ടോ നോറ് വെച്ചിട്ടോ എയ്തർ ഓറ് വെച്ചിട്ടോ നെയ്തർ നോറ് വെച്ചിട്ടോ നോട്ട് ഓൺലി ബട്ട് ആൾസോ, ലഡു പൊട്ടി ഒക്കേലും ഓറുണ്ട്. രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യുന്നതിലൊക്കെ ഓറുണ്ട്, ലഡു പൊട്ടിയില്ലേ? അല്ലെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത്. നെയ്തർ ദ സ്റ്റുഡൻസ് നോർ ദ ടീച്ചർ നോസ് ദ ആൻസർ. നെയ്തർ ദ സ്റ്റുഡൻസ് കണ്ട ഉടനെ തന്നെ നെയ്തർ നോർ, നെയ്തർ നോർ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് ദ ടീച്ചർ, ടീച്ചർ സിംഗുലർ, അതുകൊണ്ട് വെർബ് എസ് ഫോം നോസ്. എയ്തർ ദ കാറ്റ് ഓർ ദ ഡോഗ്സ്, എയ്തർ ഓർ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് എഗ്രി ചെയ്യേണ്ടത്. ദ കാറ്റ് അല്ല, സെക്കൻഡ് സബ്ജക്റ്റുമായിട്ട് ഡോഗ്സ്, അതുകൊണ്ട് ആർ. നോട്ട് ഓൺലി ബട്ട് ആൾസോ ദ പ്ലെയറും ദ കോച്ചുമാണ്. രണ്ടാമത്തെ ആൾ സിംഗുലർ ആയതുകൊണ്ട് വാസ്. അപ്പോ ഇത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കാം. ദ പ്രിൻസിപ്പൽ എലോങ് വിത്ത് ദ ടീച്ചേഴ്സ് ഡാഷ് അറ്റൻഡിങ് ദ കോൺഫറൻസ്. ഏതാ വരിക? എലോങ് വിത്ത് ആണ്. ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് എഗ്രി ചെയ്യേണ്ടത്, പ്രിൻസിപ്പളുമായിട്ടാണ്. അതുകൊണ്ട് സിംഗുലർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ആറോ വേറോ വരില്ല. ദ പ്രിൻസിപ്പൽ എലോങ് വിത്ത് ദ ടീച്ചേഴ്സ്, വാസ് വരില്ല. ഇവിടെ ഈസ് അറ്റൻഡിങ് ദ കോൺഫറൻസ്, കാരണം അവിടെ ഒരു ടൈം, പാസ്റ്റ് ടൈം പറഞ്ഞിട്ടില്ല. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് നോക്കുക. പാസ്റ്റ് ആണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഇല്ല, അതുകൊണ്ട് വാസ് ഉപയോഗിക്കുന്നില്ല. അവിടെ ഈസ് എന്ന് ഉപയോഗിക്കണം, സിംഗുലർ എന്ന് ഉപയോഗിക്കണം. നെയ്തർ ദ സ്റ്റുഡൻസ് നോർ ദെയർ ടീച്ചർ, നെയ്തർ ദ സ്റ്റുഡൻസ് നോർ ദെയർ ടീച്ചർ ഡാഷ് അവെയർ ഓഫ് ദ ഷെഡ്യൂൾഡ് ചേഞ്ച്, ഷെഡ്യൂൾ ചേഞ്ച്. അവിടെ നെയ്തറും നോറും വെച്ചിട്ടാണ് രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ടാണ് എഗ്രി ചെയ്യേണ്ടത്. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് സിംഗുലറേ പറ്റുള്ളൂ. ഡാഷ് അവെയർ ഓഫ് ദ ഷെഡ്യൂൾ ചേഞ്ച്, അവിടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. എപ്പോഴും അത് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് പാസ്റ്റ് പറ്റില്ല. ഇവിടെ വാസ് എന്നുള്ളത്, സോറി, വാസ് അവെയർ ഓഫ് ദ ഷെഡ്യൂൾ ചേഞ്ച്. അവിടെ ഈസ് കൊടുക്കുകയാണ് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ. ഈസ് അവെയർ ഓഫ് ദ ഷെഡ്യൂൾ ചേഞ്ച് എന്ന് കൊടുക്കുക തന്നെയാണ് നല്ലത്. ഓക്കെ, അടുത്തത് ദ ടീം ക്യാപ്റ്റൻ ആസ് വെൽ ആസ് ഹിസ് ടീംമേറ്റ്സ് ഡാഷ് എക്സൈറ്റഡ് അബൌട്ട് ദ അപ്കമിങ് മാച്ച്. അപ്കമിങ് മാച്ച് ആയതുകൊണ്ട്
എന്തായിരിക്കും അവിടെ? പാസ്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് വേറും വാസൊക്കെ കളയാം. വേറെ മറ്റൊരു തരത്തിൽ കളയാം. ആസ് വെൽ ആസ് വന്നാൽ ആദ്യത്തെ ആളുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ ആദ്യത്തെ ആളുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് ടീം ക്യാപ്റ്റൻ സിംഗുലർ ആണ്. അതുകൊണ്ട് ഈസോ വാസോ പറ്റുള്ളൂ. വാസ് നമ്മളിവിടെ ഈ അപ്കമിങ് മാച്ച് ആയതുകൊണ്ട് വാസ് എക്സൈറ്റഡ് എന്നെക്കാട്ടും നല്ലത് ഈസ് എക്സൈറ്റഡ് ആണ്. ഓക്കെ, കാരണം വരാൻ പോണേ ഉള്ളൂ. നോട്ട് ഓൺലി ദ ബുക്സ് ബട്ട് ആൾസോ ദ ജേണൽ. നോട്ട് ഓൺലി ബട്ട് ആൾസോ വരുമ്പോൾ രണ്ടാമത്തെ ആളുമായിട്ടാണ്. ദ ജേണൽ ആർട്ടിക്കിൾ സിംഗുലർ ആണ്. ആർട്ടിക്കിൾ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്ലൂരൽ പറ്റില്ല, വേറും ആറും പറ്റില്ല. ഈസ് റിലവൻറ്റ് ടു ദ റിസർച്ച് ടോപ്പിക്. റിലവൻ്റ് ആണ്, അതുകൊണ്ട് അത് പ്രസൻ്റായ ഒരു കാര്യമാണ്. ഈസ് ആണ് അവിടെ വരിക. എത്ര സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കിയാൽ സംഭവം കൊണ്ട് പോരും. ദ ആർട്ടിസ്റ്റ് ടുഗദർ വിത്ത് ഹെർ അസിസ്റ്റൻസ്. ടുഗദർ വിത്ത് എലോങ് വിത്ത്. മറ്റത് ഓറ് നെയ്തർ നോർ അങ്ങനെയുള്ള ഓറ് വരുന്ന കാര്യമല്ലേ. അല്ലെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ആൾസോ വരുമ്പോഴാണ് സെക്കൻഡ് സബ്ജക്റ്റുമായിട്ട് അഗ്രി ചെയ്യുക. അവിടെ ടുഗദർ വിത്ത് ആയതുകൊണ്ട് ദ ആർട്ടിസ്റ്റുമായിട്ട്. അവിടെ വേറ് പറ്റില്ല, ആറ് പറ്റില്ല. പ്ലൂരൽ അല്ല, കാരണം ആർട്ടിസ്റ്റ് സിംഗുലർ ആണ്. ഈസോ വാസേ പറ്റുള്ളൂ. ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ മ്യൂറൽ. ന്യൂ എന്ന് വന്നിട്ടുണ്ട്, പുതിയ മ്യൂറലാണ്. അതുകൊണ്ട് പ്രസൻ്റ് ആവാനാണ് സാധ്യത. ഈസ് ആണ് അവിടെ വരിക. ഇവിടെ തന്നെ പ്ലൻറ്റി വെച്ചിട്ടൊന്ന് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലൻറ്റി. ആ പ്ലൻറ്റി എന്ന് ബോത്ത് കൗണ്ടബിൾ നൗൺസിനോടും അൺകൗണ്ടബിൾ നൗൺസിനൊപ്പവും ഉപയോഗിക്കാം. ലാർജ് ക്വാണ്ടിറ്റി, സഫീഷ്യൻ്റ് എമൗണ്ട് എന്നൊക്കെയാണ് പ്ലൻറ്റി എന്ന് പറയുന്നത്. പ്ലൻറ്റി ഈസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ നൗൺ. അപ്പോൾ അത് സിംഗുലർ ഫോമിലാണ് അൺകൗണ്ടബിൾ നൗൺ വെച്ച് നോക്കുമ്പോൾ. ദർ ഈസ് പ്ലൻറ്റി ഓഫ് വാട്ടർ. വാട്ടർ ആയതുകൊണ്ട് ഈസ് ആണ്. വി ഹാവ് പ്ലൻറ്റി ഓഫ് ടൈം. അത് വിചാരിച്ചിട്ട് നിൽക്കണ്ട, വി പ്ലൂറൽ ആയതുകൊണ്ടാണ് ഇവിടെ ഹാവ് വെച്ചിട്ടുള്ളത്. പ്ലൻറ്റി അവിടെ പ്ലൻറ്റി ഓഫ് ടൈമിൽ സിംഗുലർ തന്നെയാണ്. ടൈം സിംഗുലർ ആണ്, അല്ല അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ട് സിംഗുലർ ആണ്. ടൈം എണ്ണാൻ പറ്റില്ല, അവരെ എണ്ണാൻ പറ്റുള്ളൂ. ദർ ഈസ് പ്ലൻറ്റി ഓഫ് സ്പേസ്. സ്പേസ് അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് ദർ ഈസ് വന്നു. കൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം വരുമ്പോൾ പ്ലൂരലാണ്. കൗണ്ടബിൾ നൗൺസ്. വി ഹാവ് പ്ലൻറ്റി ഓഫ് ആപ്പിൾസ് എന്നേ പറയാൻ പാടുള്ളൂ. ധാരാളം ആപ്പിൾ എന്ന് പറയാൻ പാടില്ല, ധാരാളം ആപ്പിളുകൾ. മലയാളത്തിൽ ധാരാളം ആപ്പിൾ എന്ന് പറഞ്ഞാൽ മതി. 500 മാങ്ങ, 500 തേങ്ങ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മതി. തേങ്ങകൾ എന്ന് പറയുന്നത് വാക്യശുദ്ധിയിൽ ശരിയല്ല, പദശുദ്ധി. 500 തേങ്ങ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇംഗ്ലീഷിൽ ആപ്പിളിൽ ഒന്നിൽ കൂടുതലെങ്കിൽ ആപ്പിൾസ് തന്നെ പറയണം. അപ്പോൾ അവിടെ പ്ലൻറ്റി ഓഫ് ആപ്പിൾസ് എന്ന് തന്നെ പറയണം. പ്ലൻറ്റി ഓഫ് സീഡ്സ് എന്ന് തന്നെ പറയണം. സീഡ്സ് ഇവിടെ പ്ലൂരൽ ആയതുകൊണ്ടാണ് ഇവിടെ 6 വന്നത്. പ്ലൻറ്റി ഓഫ് വാട്ടർ ആണെങ്കിൽ അത് ഈസാണ് വരിക. ഷീ ഹാസ് പ്ലൻറ്റി ഓഫ് ഫ്രണ്ട്സ്. ഇവിടെ ഒരു മാറ്റം വരില്ല. ഷീനേറ്റോ അഗ്രി ചെയ്യുന്നത് ഹാസ് തന്നെയാണ്. പ്ലൻറ്റി ഓഫ് ഫ്രണ്ട്സ് തന്നെയാണ് പറയുക. അപ്പോൾ പ്ലൻറ്റി ഓഫ് കൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം വന്നാൽ പ്ലൂരലും പ്ലൻറ്റി ഓഫ് അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ സിംഗുലറുമാണ്. ഓർത്ത് വയ്ക്കുക. പ്ലൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഡാഷ് അവൈലബിൾ. ഓപ്പർച്യൂണിറ്റീസ് പ്ലൂരലാണ്, അതുകൊണ്ട് പ്ലൂരൽ ഉപയോഗിക്കണം. ഹാസ് ബീൻ പറ്റില്ല, ഈസ് പറ്റില്ല, ആരോ ഹാവ് ബീനോ പറ്റുള്ളൂ. ഹാവ് ബീൻ വരിക പാസീവ് ഫോമിലാണ്. ING ഫോം ഇല്ലാതെ ഹാവ് ബീൻ വരുമ്പോൾ പാസീവ് ഫോമിലാണ്. ഇത് ഇവിടെ പാസീവ് അല്ല. അപ്പോൾ അവിടെ ഹാവ് ബീൻ ഒന്നും ചേർക്കണ്ട. അവിടെ ആറാണ് കറക്റ്റ്. പ്ലൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈലബിൾ ആണ് കറക്റ്റ്. പ്ലൻറ്റി ഓഫ് വാട്ടർ ഡാഷ് എസെൻഷ്യൽ ഫോർ സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് ഡ്യൂറിങ് എക്സസൈസ്. പ്ലൻറ്റി ഓഫ് വാട്ടർ. വാട്ടർ എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗൺ ആണ്, അതുകൊണ്ട് സിംഗുലർ ഉപയോഗിക്കണം. ഈസോ വാസോ മാത്രമേ പറ്റുള്ളൂ, ആറും വേറും പറ്റില്ല. പക്ഷേ ഇതൊരു ജനറൽ ട്രൂത്താണ്. ഈസ് എസെൻഷ്യൽ ഫോർ സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് ഡ്യൂറിങ് എക്സസൈസ് ഒരു പൊതു തത്വമാണ്. പൊതു തത്വം ഉപയോഗിക്കുമ്പോൾ സിമ്പിൾ പ്രസൻറ്റേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഈസ് ആണ്. Despite the challenges, there dash plenty of reasons to remain optimistic. അപ്പോൾ ഇവിടെ പ്ലൻറ്റി ഓഫ് റീസൺ ആണ്. പ്ലൻറ്റി ഓഫ് റീസൺ ഇവിടെ ഇൻവേർഷൻ ആണ്. ഇൻവേർഷനെ കുറിച്ചൊക്കെ പിന്നീട് പറയാം. പ്ലൻറ്റി ഓഫ് റീസൺസ്. റീസൺസ് പ്ലൂരലാണ്, അതുകൊണ്ട് ദേറിൻ്റെ ഒപ്പം പ്ലൂരലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാസ് ബീൻ ഉപയോഗിക്കാൻ പറ്റില്ല, ഈസ് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ മാച്ച് ചെയ്യുക ആറാണ്. there are plenty of reasons. ഹാവ് ബീൻ പറ്റില്ല. പ്ലൻറ്റി ഓഫ് ഫുഡ് പ്രിപ്പയർഡ്. ഹാവ് ബീൻ പ്ലൂരൽ ആണെങ്കിലും അവിടെ യോജിക്കില്ല. ഒരു പാസീവ് ഫോം ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുക. ഹാവ് ബീൻ പ്ലസ് ING വരാതെ ഉപയോഗിക്കുമ്പോൾ.
അപ്പോൾ ഹാവ് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ് വരിക. പ്ലെൻറ്റി ഓഫ് ഫുഡ് ഡാഷ് പ്രിപ്പയർഡ് ഫോർ ദ ഗസ്റ്റ് അറ്റ് ദ പാർട്ടി. അപ്പോൾ ഇവിടെ പ്രിപ്പയർഡ് ആണ്, ഇവിടെ പ്രിപ്പയർഡ് ആണ്. ശ്രദ്ധിക്കുക, പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ പാസ്റ്റ് ആയിരിക്കും നല്ലത്. ഇനി പ്ലെൻറ്റി ഓഫ് ഫുഡാണ്, സിംഗുലർ ആണ് ഫുഡ് എന്ന് പറഞ്ഞാൽ, അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് സിംഗുലറേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹാവ് ബീൻ പോയി, വേറ് പോയി. ഇനി വാസും ഹാസ് ബീനുമാണ്, അവിടെ വാസ് പ്രിപ്പയർഡ് എന്നുള്ളതാണ് നല്ലത്. ഹാസ് ബീൻ അവിടെ യോജിച്ച് നിൽക്കില്ല. എന്തുകൊണ്ട് എന്നുള്ളത് പിന്നീട് ഒരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈവൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് പ്ലെൻറ്റി ഓഫ് ക്രിയേറ്റീവ് സൊല്യൂഷൻസ് ആർ പോസിബിൾ ആണ്. കാരണം അവിടെ സൊല്യൂഷൻസ് ആണ്, പ്ലെൻറ്റി പ്ലൂറലായി മാറി. അപ്പോൾ ഹാസ് ബീൻ പറ്റില്ല, ഈസ് പറ്റില്ല, ആരോ ഹൗ ബീനോ പറ്റുള്ളൂ. അവിടെ ആറാണ് സ്യൂട്ടായിട്ട് വരിക. മറ്റേ പാസീവ് ഫോമും ഹാസും ഹാവ് ബീനും വരുന്നൊരു സെക്ഷൻ വരുമ്പോൾ ഞാൻ ഇതിൻ്റെ വ്യത്യാസം ഇതേ ഉദാഹരണങ്ങൾ എടുത്തിട്ടൊന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആൾ. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് പറയുക. എൻ്റെ കൂടെ കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.